നമ്മളെ വെറുതെ അടിച്ച് നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞപ്പോ സാൻഡേജ് വരെയാണ് SR നമ്മൾ വെറുതെ അടിച്ച് ഡൗൺ ആയി കഴിഞ്ഞാൽ SRR ആണ്. അയ്യോ നിങ്ങള് ആരെങ്കിലും നമ്മള് വേണമെങ്കിൽ ഗ്യാങ് സൈഡിൽ നിന്ന് കൊണ്ടുവന്നേരാ വേണമെങ്കിൽ. ഹലോ വണ്ടി തട്ടിയപ്പോ ഹലോ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല പിന്നാലിന്റെ എന്റെ വണ്ടി എവിടെ ഉണ്ട്? എന്റെ വണ്ടി അവിടെ ഉണ്ട്. അതിനുള്ളിലുണ്ടല്ലോ. ഞാൻ വരുന്നത് വണ്ടി കിട്ടിയ ക്രോസ് പിടിച്ച മള്ളി വെളി ഇറങ്ങിക്കുന്ന പോലെ പൂത്തളിയാവനെ ആ വണ്ടിയാണ്. അത് അത് SR വണ്ടിയാണേ. ആ കാണുന്ന കറുപ്പ് വണ്ടി ഗ്യാങ്ങോസിന് അങ്ങോട്ട് വരികയാണ് SR വണ്ടി. ചന്ദ്രന്റെ മലയുടെ മുകളിലെ നമ്മുടെ വരുന്നുണ്ട്. ഫുൾ ടീം ഉണ്ടേ. ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അവിടെ നിന്ന് വരികയായിരുന്നു. ഇവന്മാര് അറിഞ്ഞുകൊണ്ട് വന്ന് ഇങ്ങോട്ട് പിക്ക് ചെയ്തിട്ട് ചോദിക്കാൻ പോയപ്പോ നീ ഇങ്ങോട്ട് വന്ന് ഇടിച്ചില്ലേ? അണ്ണാ ഇടിച്ചെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വണ്ടി പറഞ്ഞ പണി കിട്ടിയ മള്ളി റോഡിലിറക്കാവോ? 4-5 വണ്ടിക്ക് മേലെ ഉണ്ട്. എന്തായാലും ആള് കുറവാ. പറഞ്ഞാൽ കുറവാ. എടാ എന്നെ വണ്ടി ഇടിച്ചിട്ടാ മയില്. എടാ എന്തൊരു കഷ്ടമാടാ. രണ്ടു വട്ടം വണ്ടി ഇടിച്ചിട്ട് രണ്ട് വട്ടം വണ്ടി ഇടിച്ചിട്ട്. കുഴപ്പമില്ല. എടാ അത്രയും നിന്റെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നല്ലോടാ. ഹെൽമെറ്റ് ഞാൻ അവിടെ ചൂരിയായിരുന്നല്ലേ? ഞാൻ ഹെൽമെറ്റ് ഊരിയായിരുന്നല്ലേ? സുഖം മനസ്സിലായ നിനക്ക്? അടിച്ചിടാ കൊണ്ടുവച്ചോളെ. അടിച്ചിട്. ഗ്യാങ് ഫ്രണ്ട് വന്നിരുന്നു ഷോ ഇറക്കണം. അടിച്ചിടാ. അത്രേ ഉള്ളൂ. പിന്നെ സിറ്റുവേഷൻ ഞാനാണ്. എടാ ഈ മലയുടെ മണ്ടയ്ക്ക് ഞാൻ മലയുണ്ട് വന്നേ. ചന്ദ്ര ഒറ്റയ്ക്ക് പോയി ചാവല്ലേ. പെട്ടെന്ന് ബ്രോ ഇതാരാ വേറെ? ബ്രോ
ഇതേതൊക്കെ ഗ്യാങ്ങളെ വേറെ ഗ്യാങ് അടിക്കണേ. വിളിക്കല്ലേ ഇതെന്തിനു ഇവിടെ നടക്കുന്നത്? ആരുടെ വ്യത്യാസം പണ്ണി വായി കിട്ടിട്ടോ അമ്മമാർക്ക്. ഇതൊക്കെ പണ്ണി വായി കിട്ടിയട്ടാ. ഒരേ സമയത്ത് രണ്ടുപേരത്തൊന്നും ഉണ്ടാക്കാൻ പോയത് അവന്മാരോട് വന്ന് അടിച്ചെന്ന് തോന്നുന്നു. ഹലോ 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 ഹലോ. എടാ എന്നെ രണ്ടോട്ടം വീഡിയോ ചെയ്തടാ. നിങ്ങളൊക്കെ നിങ്ങൾ ഞാൻ റീഎൻട്രി ചെയ്തില്ല. നമുക്ക് ചുമ്മാ കറങ്ങിയെടുക്കാം, വേറെ വണ്ടിയുണ്ട്. എടാ നിങ്ങൾ അടിച്ചിട്ടോ മള്ളി മെയിൻ റോഡ് വാ, മെയിൻ റോഡ് വാ മള്ളി. ഞാൻ വരുന്നത്. കൊരങ്ങന്റെ അച്ഛനെയൊക്കെ അടിച്ച് പണി വിട്ടു. അണ്ണാ ഇത് SR ഓൾറെഡി AG ആയിട്ട് സിറ്റുവേഷനിലായിരുന്നു. അവരുമായിട്ട് ഫയറിംഗിലായിരുന്നാണ് ഇപ്പൊ AG എന്ന് പറഞ്ഞത്. അതല്ല ഈ ഏജ് ARK സിറ്റുവേഷൻ ആയിരുന്നു. ആ ടൈമിലാണ് ഈ SRR അല്ലല്ല ആണെങ്കിൽ അവിടെ സിറ്റുവേഷൻ ഈ ഗ്യാഗോസിന്റെ ഫ്രണ്ടിൽ വന്ന് ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം. ഒരു വട്ടം ഈ പൊണ്ടോട് മര്യാദ സംസാരിച്ചു വിട്ടതാ നമ്മള്. ഇനി മര്യാദ വേണ്ടോ അവരുടെ എല്ലാം എടുത്തോണ്ട് എല്ലാം വണ്ടി കിട്ടി വണ്ടി എല്ലാം ഗ്യാങ്സ് ഉണ്ടോ? ടിവിയില് വണ്ടി കൊണ്ടിട്ട് പോരാരോ. ആ ഗ്യാങ്സ് പരിസ്ഥിതി ഇഷ്ടംപോലെ SR വണ്ടി കിടപ്പുണ്ടേ ആ മലയിലൊക്കെ ആട്ടെ. കൂടുതൽ വണ്ടി ഉണ്ടോ? ഒരേ സമയം രണ്ടുപേരെടുത്ത് മറ്റേ അണ്ടി പൊക്കി ആലോചിക്കണം ഒരേ സമയം. എടാ ബൈക്ക് എടുത്ത് മാറ്റി കളിയാ എൻട്രി അത് പൊട്ടിത്തെറിക്കും. എല്ലാരും ഗ്യാങ്സ് വന്നേ. കാര്യം എന്തോന്ന് അറിയണം. ഗ്യാങ്സ് വന്നു. അല്ലടാ ഉമ്മാരെ അതിന്റെ ഇടയിൽ കൂടെ ARK ഒന്ന് നമ്മളെ കൂടെ അടിക്കേണ്ട ആവശ്യം എന്തിനാ? എടാ അവരുമായിട്ട് സിറ്റുവേഷൻ നടക്കുവായിരുന്നു. ARK അല്ല AG. എടാ ഈ മലയുടെ മണ്ടയ്ക്ക് വണ്ടി ഉണ്ടോ? മലയുടെ മണ്ടയ്ക്ക് വണ്ടി ഒന്നെടുത്തേ. ശരി സാറേ ഓൾഡൗൺ പീടി വണ്ടി വേണ്ടി ഗ്യാങ്സിനകത്ത് കൊണ്ടിട്ടാരാണ്? TMS എടാ തൊപ്പി ചിരിപ്പിക്കല്ലേ. സെർജിയൊക്കെ ചിരി വരും. കാരണം അമ്മാരുടെ മിനിമം ഒരു 10 ബോഡി എന്റെ ഫ്രണ്ടിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കിടപ്പുണ്ടായിരുന്നു. അവര് ചിരി വരുന്ന അവന്. അവന് കൂടെ ഉള്ള ചിരി വരുന്നത്. അതോടെ ഇങ്ങനെ പറയണം. ഗ്യാങ്സിന് വേണ്ടി ചത്ത കിടന്നപ്പോ അതായത് നമുക്ക് നല്ല രീതിയിൽ ചിരി വന്നെന്ന് പറ. നീയൊക്കെ കൊറേ ഗ്യാങ്സിന് വേണ്ടി ചത്ത ഫ്രെയിം മാറ്റി ഗൈസ്. ഒന്ന് ചില്ലാവുക. ഞാൻ സിറ്റുവേഷൻ ഒന്ന് നോക്കിക്കോട്ടെ. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്നാ ഇങ്ങനെ കാണുമ്പോഴത്തേക്കിന് എന്ത് പ്രശ്നം ഉണ്ടോന്നാ ഒന്ന് വീണ്ടും സെക്കൻഡ് പാർട്ടാന്ന് തോന്നേട്ടാ. സെയിം ഡയലോഗ്. എലക്ഷന്റെ സെയിം ഡയലോഗ് കേട്ടാ. ബ്രോ നിങ്ങള് SRR സിറ്റുവേഷൻ ആയിരുന്നോ? ഓ നമ്മള് ARK ആയിട്ട് സിറ്റുവേഷൻ എടുത്തോണ്ടിരിക്കുവായിരുന്നു. അതിന്റെ ഇടയിൽ വന്നിട്ട് കൊണയും അടിയും ലീവ് ചെയ്യാൻ പറഞ്ഞിട്ട് ലീവ് ബുദ്ധിയില്ലാത്ത കുറെ മൊണ്ണകള് കാരണം നമ്മളെ വാറിന്റെ ഇടയിൽ കയറി വന്ന് അടിച്ച്. അപ്പൊ നിങ്ങളുടെ ഇടയിൽ കയറി വന്നപ്പോ അവന്മാര് നമ്മളടുത്ത് പറയാണ് ലീവ് ചെയ്യണം. പിന്നെ നമ്മള് കേട്ടോണ്ടിരിക്കോ? അങ്ങനെ ലീവ് ചെയ്യാൻ പറഞ്ഞ നമ്മള് കേട്ടോണ്ടിരിക്കോ? അടിച്ചങ്ങ് ഉറക്കി അത്ര തന്നെ പട്ടി തീട്ടങ്ങള് പറിച്ചാകൊട്ട. ബ്രോ അപ്പൊ ഇമാതിരി മൊണ്ണത്തീട്ടങ്ങളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല. ഇമാതിരി മൊണ്ണത്തീട്ടങ്ങൾ
ബ്രോ നിങ്ങളെ ഏർക്കായിട്ട് സിറ്റുവേഷൻ ആയിരുന്നോ? ഓ ഏർക്കായിട്ട് നമ്മള് സിറ്റുവേഷൻ ഹാൻഡിൽ വാർത്തോണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ കയറി വന്നിട്ട് പറയണം മറ്റുള്ള കൊച്ചു പിള്ളേര് കരയും പോലെ കരഞ്ഞിട്ട് വന്നിട്ട് പറയാണ് മൊട്ടേന്ന് വിളിച്ചതിന് വാറെടുക്കാൻ വന്നേണം. എന്തൊരു തീട്ടങ്ങളിത്, എന്തൊരു തീട്ടങ്ങള്, എന്തൊരു പട്ടി തീട്ടങ്ങള്. ബ്രോ ഞാൻ പോയിട്ട് വരാം. എന്റെ പേര് വരുന്നത് ബ്രോ ഓക്കെ എന്റെ ഒരു സുമാരക്കുറിപ്പ്. ഓക്കെ ശരി ഓക്കെ പറ്റും. എന്തോടാ ഫ്യൂച്ചർ ഫ്രണ്ട്സാ? ഓ അങ്ങനെ എടാ ഞാൻ പറയാം. ഹലോ എടാ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ AJ വന്ന് സംസാരിച്ച് AJ-യും ആർക്കും കൂടെ അടിയായിരുന്നു. അടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്മാർ അതിനകത്ത് കയറി ചെന്നിട്ട് ഇവന്മാരെ എന്തൊക്കെയോ പറഞ്ഞ് ഇതാക്കിയെന്ന് കേട്ടാ. എന്നിട്ട് അമ്മമാരടുത്ത് പോയിട്ട് എന്തോ ഡയലോഗ് ഇറക്കിയോണ്ടാണ് AJ കയറി അടിച്ചത്. അതുകൊണ്ടല്ലാതെ വേറൊന്നുമില്ല. നമുക്ക് AJ ആയിട്ട് എന്ത് അലയൻസ്, അമ്മമാരെ ചാറ്റി കിടന്ന അലയൻസ് എന്ന് പറയുന്ന കാര്യമാണ്. എന്നിട്ട് മറ്റേ അമ്മമാരുടെ പറച്ചിൽ കിടത്തൊന്നും ഒരാളും ഡൗൺ ആയില്ല. നമ്മുടെ ഗ്യാങ്സ് 5 വണ്ടി കിടക്കണം ഇവന്മാർ, 5 വണ്ടി. അതാ 5 വണ്ടി കിടക്കണം. ആരും ഡൗൺ ആയില്ല അമ്മമാരുടെ. 5 വണ്ടിയാണ് നമ്മുടെ ഇരിക്കുന്നത്. എടാ ആരാ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു? വന്നേ വണ്ടി ഫിറ്റിംഗ് അണ്ണാ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവൻ പറഞ്ഞു വെച്ച് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഫിറ്റിംഗ് സീനില് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ പറഞ്ഞ് ഡേസി കുറിപ്പല്ല സുകുമാരക്കുറിപ്പാണെന്ന്. ആ കുറിപ്പല്ല കഴിച്ചത്, ആ കുറിപ്പല്ല. കോണ പറഞ്ഞത് മറ്റേ ഡെക്ക് കുണ്ണാണ്. അന്ന് ഓർച്ചയാക്കി കൊണ്ടില്ല അണ്ണ. അവനായിരുന്നു. അവര് പോയിട്ടപ്പന്നെ അവന് നമുക്ക് വേറെ സിറ്റുവേഷൻ ഉണ്ട്, ഇതുണ്ട്. എന്നിട്ട് ദാമുന് എന്താ വിളിച്ച് എടാ ഈ വേറെ സിറ്റുവേഷൻ ഉള്ളവന്മാർ അതെടുത്താ പോരെ. എന്തിനാ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വന്ന് ഷോ കാണിക്കുന്നത്? അതാ ഞാൻ ചോദിക്കുന്നേ. ആ സിറ്റുവേഷൻ പിടിച്ചത് പോയാൽ പോരായിരുന്നു. ഗ്യാങ് ഹൗസ് ഞാൻ വന്നപ്പോ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ എല്ലാവരും അടിക്കുകയാണ്. എന്നെ 2 വട്ടം വണ്ടി ഇടിച്ചിട്ട് ഞാൻ വണ്ടി ഇടിച്ചിട്ട് കണ്ണിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ചത്തിയാൻ എന്നെ വെടിവെച്ച് വന്ന്. എന്നെ 2 വട്ടം വണ്ടി ഇവിടെ ഒരു 3 SR വണ്ടി ഉണ്ട്. മൊത്തം എത്ര ഡൗൺ ചോദിച്ചു ഇപ്പോഴും പറയാം. സത്യം പറയാൻ പറ, തുറന്നു പറയാൻ പറ. SR എത്ര വണ്ടി? 7 വണ്ടി. SR-യുടെ 7 വണ്ടി ഉണ്ട് ഇവിടെ. ഇടുവാണ്. ആ ഇട്ടോ 1 ഇയർ പറയാൻ തുടങ്ങിയതാ. നീയൊന്നും മിണ്ടൂല്ല. പിന്നെ വെറുതെ പഴയ കാര്യം ഇവിടെ വലിക്കണ്ട. സാറേ അറക്കലബു ഷുണ്ണിമോനെ നല്ല വിഷമുണ്ട്. തെറിയൊക്കെ വിളിച്ചപ്പോ മാസം. ഇവിടെ 7 വണ്ടി കിടക്കണം. നിന്റെയൊക്കെ 2 പേരാണ് 7 ഓടിച്ചത്. അവരുടെ 2 പേരെ ഡൗൺ ആയുള്ളതാണ് SRR പറയണ. ഗൈസ് സത്യം പറഞ്ഞ SRR പറയണത് 2 പേരെ ഡൗൺ ആയിട്ടുള്ളതാണ്. സിറ്റുവേഷൻ എടുത്ത് ആരാന്ന് വെച്ചാ ഒന്ന് ഇങ്ങോട്ട് വന്നൊന്ന് പറഞ്ഞു എന്തുവാന്ന്. ഇവിടെ ഓട്ടോ പൈലറ്റ് ആണോ? സത്യം ഞാൻ എന്താ ഇവിടെ നിൽപ്പുണ്ട് ഇവിടെ മാർക്കില്. ഞാനും വില്ലും കൂടെ സാൻഡി പോയിരുന്നുണ്ടാ മറ്റേ യൂട്യൂബിൽ സാധനം മേടിക്കാൻ. അപ്പൊ പോകുന്ന വരി നമ്മള് പോയിട്ട് തിരിച്ചു വരിക. തിരിച്ച് നമ്മള് മറ്റേ SR ഗ്യാങ്സ് താഴെ എത്തി. മറ്റേ ഹൈവേ വെച്ചിട്ട് അവൻ വന്ന് നമ്മളെ വണ്ടി തട്ടി. എന്നിട്ട് അവൻ പറഞ്ഞു നമ്മളൊന്നും തട്ടിയെന്ന്. അപ്പൊ ഞാൻ തട്ടിയിട്ടില്ല ബ്രോ എന്താ വന്ന് തട്ടിയിട്ട് എന്താ ഇങ്ങനെ പറയാന്ന് വെച്ചപ്പോ അവൻ എന്തോ പോടാ മൊണ്ണ വണ്ടി തട്ടിയിട്ട് എടുത്തോണ്ട് പോയി. പറഞ്ഞ മൊണ്ണ നിന്റെ പറഞ്ഞ ഞാൻ ഇറങ്ങി അടിച്ച് ടയർ അടിച്ചു പൊട്ടിച്ചു. കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് അവൻ വന്നിറന്ന് കൊണ അടിക്കും. അത് മറ്റേ ഡെക്ക് കൊണ്ടാണ്. അവന് വലിയ അന്ന് മറ്റേ ഓസ്ട്രേലിയാക്കിയിട്ട് ഇവിടെ കരഞ്ഞു പോയില്ല അവൻ. അവൻ വന്നിട്ട് ഡയറക്റ്റ് നമ്മുടെ ഫുള്ള് കോണ ഉണ്ടാ. നിനക്ക് നമ്മൾ വേറെ സിറ്റുവേഷൻ ആണ് ബ്രോ. നമ്മൾ സിറ്റുവേഷൻ എടുക്കാൻ ഇങ്ങനെ പറഞ്ഞ അവൻ ഇങ്ങനെയും പറഞ്ഞു. നമ്മൾ സിറ്റുവേഷൻ എടുക്കാൻ വന്നതാണ്. ശരി നമ്മൾ സിറ്റുവേഷൻ എടുക്കാൻ വന്നതാണെന്ന് ചോദിച്ചു. നമ്മൾ അല്ല ബ്രോ സിറ്റുവേഷൻ എടുക്കാന്നല്ല ബ്രോ വണ്ടി തട്ടിയോട് ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ പോടാ മൊണ്ണേന്ന് പറഞ്ഞ വണ്ടി തട്ടിയിട്ടാ എടുത്തുള്ളൂ. ഇവിടെ ഇറങ്ങി അടിച്ചു.
ഇതിപ്പോ എന്ത് ചെയ്യണം? ഇപ്പൊ ഇവന്മാര് വേറെ സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞ ഇതിപ്പോ എന്തോ അല്ല ഏജ് അടിക്കൂല മിക്കവാറും. അതാ ഏജ് ഇറക്കി ഇന്നലെയാ സിറ്റുവേഷൻ ആയിട്ട് ഓൾറെഡി വാറാ. എന്റെ ഇടയ്ക്ക് ഇനി SR കൊണ്ടാൾക്ക് എല്ലായിടത്തും പോയി കൈയിട്ട് വന്നു. അപ്പൊ ഇപ്പൊ എന്തോ ചെയ്യണ്ടേ? നമ്പർ നമുക്ക് അടിക്കണ്ട ഇവന്മാര് മറ്റേ കഴിഞ്ഞ കളി മറ്റേ കെവിൻ എന്തോ ലക്കിന് അവന്റെ ഡിഡിയായിട്ട് നമ്മളെ ആളിറങ്ങി പോയി അവർ കളി കിട്ടിയപ്പോ എന്തോ വീണ്ടും വരുന്ന ഏജ് വിളിക്കുന്നുണ്ട് കണ്ടാ? അവർ ഒഴിവാണ്. ബട്ട് ഇപ്പൊ മറ്റേ ഏജിയും ARക്ക് വാറ നടന്ന് ഇവന്മാര് പോകുമ്പോ ഒരേ സമയം രണ്ടന്റെ വായിലിടില്ലെന്ന് പറ. ഏതെങ്കിലും ഒരെണ്ണത്തിലോട്ട് വരാൻ പറ. അത് പണ്ട് അത് ശീലമായി പോലെ കൊരങ്ങന്റെ ശീലല്ലേ? കാരണം എല്ലാം എടുത്തിടും. പഴം കണ്ട പഴം കണ്ട ഏത് പഴം കണ്ടാലും എടുത്ത് വീഴും. വിളിച്ചേട്ടാ നമുക്ക് വിളിക്കാൻ പറ്റില്ല. നമുക്ക് വിളിക്കാം. സംസാരിച്ച പോരെ? നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഏജിയിൽ ആരെങ്കിലും ഒന്ന് വിളിച്ചു തന്നടാ. നമ്പർ ഉണ്ട് സുകുമാരക്കുറുപ്പിന്റെ നമ്പർ. അയ്യേ എന്നിട്ട് അവന്മാർ ഏജി ആയിട്ട് സാൻഡിൽ ഇത് വിളിച്ച് കഴിച്ച് ഇത്രയും മെസ് ഗ്യാങ് ഹൗസ് വന്ന് കാണിച്ചിട്ടെ ഇത്രയും മാസ് മീറ്റിംഗ് നമുക്ക്